നമസ്കാരം. പ്രസന്റേഷന് തൊട്ട് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു. സർ, സ്റ്റിൽ പോർട്ട് കാർഗോ ക്ലിയറൻസ് നോട്ട് സ്റ്റാർട്ടഡ്. തമിഴ്നാട്ടിൽ നിന്നാണ് ചോദ്യം. സെയിലിംഗ് ആരംഭിക്കുന്നു. ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞ് നാണം കെട്ടിരിക്കുകയാണ്. ഇത് പോർട്ടിന്റെ വാതുക്കൽ ഒരു 10-20 പേർക്ക് ജോലി കൊടുക്കാൻ എല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നെല്ലാം ലാൻഡ് വാടകയ്ക്കെടുത്തു, ഒരു ചെറിയ സ്ഥാപനം പണിതു. കണ്ടെയ്നർ വരണം, മാസം 30 കണ്ടെയ്നർ, മാസം 300 കണ്ടെയ്നർ വരുന്ന ഒരു വ്യാപാരിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം. എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്തരം നിരവധി സാധ്യതകളും നിരവധി അവസരങ്ങളും ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് പുതിയ മുഖ്യമന്ത്രി, ഞാൻ അദ്ദേഹത്തെ ഒരു കാരണവശാലും കുറ്റം പറയില്ല, കാരണം അദ്ദേഹം തുടക്കക്കാരനാണ്, അദ്ദേഹം പ്രതിയല്ല. എന്നാലും അദ്ദേഹം ഇന്നലെ ഒരു വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചു. ദ സ്റ്റേറ്റ്സ് ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഇസ് നോട്ട് സോൺലി എ മാറ്റർ ഫോർ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വിഷയങ്ങൾ. ഇറ്റ് ഈസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഇത് എല്ലാവരും കൂടി പങ്കിട്ട്, എല്ലാവരും കൂടി മനസ്സിലാക്കി സൊല്യൂഷൻസ് കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. ഇറ്റ് ഈസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ദറ്റ് കൺസേൺസ് എവറി സിറ്റിസൺ എന്നുള്ളതാണ് അദ്ദേഹം ഒപ്പിട്ട അവസാന വാചകത്തിൽ പെടുന്നതാണ്. നാട്ടുകാരുടെ മുഴുവൻ ഉത്തരവാദിത്വമുണ്ട്, പറയുന്നത് ശരിയാണ്. അല്ല, തെരഞ്ഞെടുത്ത് വിട്ടാൽ MLA-മാരും MP-മാരും മന്ത്രിമാരും മാത്രമല്ല ഇതൊക്കെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. വോട്ട് ചെയ്ത ആളുകളും ഇതൊക്കെ മനസ്സിലാക്കി പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു കറക്റ്റീവ് സിസ്റ്റം മുന്നോട്ട് പോവുകയുള്ളൂ. അദ്ദേഹം ഈ വൈറ്റ് പേപ്പർ പുറത്തിറക്കുമ്പോൾ എനിക്ക് പല വൈറ്റ് പേപ്പറുകൾ ഇതിനു മുമ്പ് വായിച്ച ഒരു അനുഭവമുണ്ട്. ഏറ്റവും പഴയത് എനിക്ക് എന്റെ ഓർമ്മയിലുള്ളത് ശ്രീ AK ആന്റണിയാണ്. ഇതുപോലെ നായനാർ സർക്കാർ ഖജനാവ് മുഴുവൻ കുത്തുവാള എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വൈറ്റ് പേപ്പർ ഇറക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്രയാണ്? കടം 25,000 കോടി എന്നാണ്. സംസ്ഥാനത്തിന്റെ കടം 25,000 കോടി. അന്ന് തന്നെ ഞങ്ങൾ നെഞ്ചിൽ കൈവച്ചു. അയ്യോ, സംസ്ഥാനത്തിന് 25,000 കോടി കടമോ? ഇത് ഇപ്പോഴത്തെ കടം വരുന്നുണ്ട്. കേരള കറന്റ്ലി ഫേസസ് എ ലാർജ് ബർഡൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് 5.07 ലക്ഷം കോടി. നമ്മുടെ പുതിയ ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായ ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ധവളപത്രത്തിലെ വൈറ്റ് പേപ്പറിലെ വാചകങ്ങളാണ്. കേരള കറന്റ്ലി ഫേസസ് എ ലാർജ് ബർഡൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് 5.07 lakh crore. 25,000 കേട്ട് ഞെട്ടിയ ഞങ്ങൾ ഈ 5 ലക്ഷത്തിലധികം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ മുഴുവൻ പാപഭാരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയവുമില്ല. ഇത് എന്താ പറയുക, ഒരു സാധനം വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നയാൾ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ കടം വാങ്ങിയവരൊന്നും ഇതറിയാതെ അവരിറങ്ങിപ്പോയി. പക്ഷെ ഇതെല്ലാം അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നത് കണ്ടു നിൽക്കുന്ന നമ്മളാണ്. 5 ലക്ഷം കോടിയിലെത്തി. 25,000-ൽ നിന്ന് 5 ലക്ഷം കോടി. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ 77% ഓഫ് ടോട്ടൽ റവന്യൂ റെസീപ്റ്റ്സ്. സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 77% കമ്മിറ്റഡ് എക്സ്പെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ശമ്പളം, പെൻഷൻ, ആശുപത്രികളിലെ മരുന്ന്, പോലീസിന്റെ വണ്ടി തുടങ്ങി സംസ്ഥാനത്തിന്റെ നിത്യനിദാന ചെലവുകൾ. അത് കമ്മിറ്റഡ് ആണ്. അത് വരുമാനത്തിന്റെ 77% അതിനകത്താണ് പോകുന്നത്. ബാക്കി എന്തിനു പോകുന്നു? ഇൻട്രസ്റ്റ് പേയ്മെന്റ് 20.9% ഓഫ് TRR. TRR എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്. മൊത്തം വരുമാനത്തിന്റെ 20.9% പലിശയാണ്. നേരത്തെ പറഞ്ഞില്ല, 25,000 കോടിയിൽ നിന്ന് 5 ലക്ഷം കോടി എത്തിയ ഈ കടത്തിന്റെ പലിശ ഓരോ മാസവും കൊടുക്കുന്നത് വരുമാനത്തിന്റെ 20.9%. 1 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 77 രൂപ എല്ലാവർക്കും കൂടി ചെലവിന് കൊടുക്കുക. 20 രൂപ 21 രൂപയോളം പലിശ കൊടുക്കുക. ബാക്കി എന്തെങ്കിലും മിച്ചമുണ്ടോ? ഇതാണ് നമ്മുടെ സംസ്ഥാനം. എന്നാൽ വരുമാനം ഉണ്ടാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ ചർച്ചയോ കാര്യമായ തീരുമാനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നിടത്ത്
ഈ അവസ്ഥ ഇനിയും തുടരും. അൺലെസ് ആൻഡ് അൺടിൽ മുഖ്യമന്ത്രി കാര്യമായ തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ. വൈറ്റ് പേപ്പർ തുടരുന്നുണ്ട്. കേരളാസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അറ്റ് 1.3% ഓഫ് ഇറ്റ്സ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GSDP എന്ന് പറയും. സംസ്ഥാനത്തിന്റെ വരുമാനം, ആകെ വരുമാനത്തിന്റെ 1.3% മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വരുമാനം തുടർന്ന് ലഭിക്കാൻ കഴിയുന്ന മേഖലകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 1.3% മാത്രമാണ്. ബാക്കിയൊക്കെ പോകുന്ന എവിടെയാണെന്ന് കണ്ടല്ലോ. 77% ശമ്പളവും പെൻഷനും, 20.9% പലിശ, പിന്നെ ബാക്കി എന്തുണ്ട്? ബാക്കിയുള്ളതിൽ നിന്ന് തട്ടിക്കഴിച്ചാണ് 1.3% ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിട്ടു പോകുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സ്ഥിര നിക്ഷേപം. അതിൽ നിന്ന് വീണ്ടും നമുക്ക് വരുമാനം കിട്ടുന്ന മേഖല, ഇപ്പൊ തുറമുഖം, അല്ലെങ്കിൽ വിമാനത്താവളം, അല്ലെങ്കിൽ റോഡുകൾ, അല്ലെങ്കിൽ പാലങ്ങൾ, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾ, ഇതുപോലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നാളെ വരുമാനം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ വരുമാനം ലഭിക്കാത്ത മേഖലകളിലാണ് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോകുന്നത്. ഇവിടെ നമ്മുടെ തുടക്കത്തിലോട്ട് വരാം. എന്താണ് ഞാൻ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ചോദ്യം, സ്റ്റിൽ പോർട്ട് കാർഗോ ക്ലിയറൻസ് നോട്ട് സ്റ്റാർട്ടഡ്. ഇതാണ് വിഷയം. നാട്ടുകാർക്ക് ഇത് പ്രതിപ്രവർത്തനമാണ്. നാട്ടിൽ പണം ഇറങ്ങണം. പണം ഇറങ്ങിയാൽ ആളുകളുടെ പർച്ചേസിംഗ് കൂടും. പർച്ചേസിംഗ് കൂടിയാൽ ഗവൺമെന്റിന് അത് ടാക്സ് ആയിട്ട് വരുമാനം കിട്ടും. അങ്ങനെ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുന്ന പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ മാറ്റം വരും. അത് പലതരത്തിൽ നടത്താം. ഒരു പോർട്ട് മാത്രമല്ല, ഇപ്പോഴും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ സാധ്യതയാണ്. കാർഷിക മേഖലയുടെ വാല്യൂ അഡീഷൻ, അപ്പൊ അതിനുവേണ്ടിയുള്ള ജലസേചനം തുടങ്ങിയത് ഇപ്പോഴും വളരെ പ്രസക്തമായാണ്. പ്രൈമറി സെക്ടറിൽ ശ്രദ്ധിക്കാതെ നമുക്ക് കുറച്ച് കണ്ടെയ്നർ എടുത്ത് ഭക്ഷിക്കാൻ പറ്റത്തില്ല. അതിന് അരി വേണം, ഏത്തപ്പഴം വേണം, മാങ്ങ വേണം, ചക്ക വേണം, മൃഗങ്ങൾക്ക് ചക്ക കൊടുക്കണം, ഇതെല്ലാം. അപ്പോ കാർഷിക മേഖല നിർബന്ധമായിട്ട് നമ്മളെല്ലാവരും അത് അങ്ങ് ഉപേക്ഷിച്ചു. ഇനി വിദേശത്ത് പോകാം, വിദേശത്ത് പോയി പഠിച്ച് വരുമാനം ഇങ്ങോട്ട് അയക്കാം എന്നൊക്കെയുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തലതിരിഞ്ഞ വികസനമാണ്. അവനവന്റെ മണ്ണറിഞ്ഞ് തന്നെ പോണം. അങ്ങനെയുള്ള കാർഷിക മേഖല, നമുക്ക് വൻകിട വ്യവസായങ്ങൾ ഇനി സാധ്യത കുറവാണ്. വൻകിട കെമിക്കൽ ഇൻഡസ്ട്രീസ് സാധ്യത കുറവാണ്. എന്നാൽ ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ തുടങ്ങിയ പുതിയ മേഖലകൾ, അവിടെയൊക്കെ ഇനിയും നമുക്ക് നിക്ഷേപം നടത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം. അപ്പൊ അവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട മേഖല ഏതാണ്? നമ്മൾ ഇത്രയും നാളും കേരളത്തിന്റെ വരുമാനമായി കണ്ടിരുന്ന കാർഷിക റബ്ബർ, തെങ്ങ്, ഏലം, കാപ്പി, കുരുമുളക്, ഇതിൽ നിന്നെല്ലാം, ടൂറിസം, ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടാവുന്ന വരുമാനത്തിന്റെ പരമാവധി നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് 5.7 ലക്ഷം കോടി രൂപയുടെ കടത്തിലെത്തി നിൽക്കുന്നത് ഇത്തരം വരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിലവിലുള്ള വരുമാന മാർഗങ്ങൾ പോരാ. പുതിയതായി തെളിയിക്കപ്പെട്ട വരുമാന മാർഗം ഏതാണെന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് തുറമുഖ നഗരമാക്കണമെന്നാണ്. കേരളത്തെ മുഴുവൻ തുറമുഖ നഗരമാക്കണമെന്നാണ്. തീർച്ചയായും ഇനി കേരളത്തെ നയിക്കാൻ പോകുന്നത് ആ ബ്ലൂ ഇക്കോണമി തന്നെയാണ്. അതുകൊണ്ട് ആ മേഖലയിൽ തെളിയിക്കപ്പെട്ട പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ട്രിവാൻഡ്രം പോർട്ട്, അവിടെ നിന്ന് വേണം ഈ വളർച്ച കേരളത്തിന്റെ അങ്ങേയറ്റം വരെ എത്താൻ. അത് അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് താനെ നടന്നുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും നിക്ഷേപം നടത്തിയാൽ പഴയ പല്ലവി ആവർത്തിക്കും. അതുകൊണ്ട് ഇന്ന് ഈ തുറമുഖത്തിന്റെ ഗേറ്റ് അടിയന്തരമായി തുറക്കണം. ഗേറ്റ് അടിയന്തരമായി തുറന്ന് 1000 കപ്പലുകളാണ് MSC വിചാരിച്ചാൽ നമ്മുടെ തുറമുഖത്തോട്ട് വിടാൻ പറ്റുക. 1000 കപ്പലിന്റെ ഉടമസ്ഥരാണ്. അപ്പൊ അത്രയും കപ്പൽ ഉള്ള ഉടമ നമ്മുടെ തുറമുഖത്തിന്റെ സാങ്കേതികമായി ഏറ്റവും വലിയ നിക്ഷേപകനായി ഇരിക്കുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തി അതീ സമൂഹത്തിൽ കേരളത്തിന്റെ തെക്കൻ തിരുവിതാംകൂർ ആയാലും മധ്യ തിരുവിതാംകൂർ ആയാലും മലബാർ ആയാലും കേരളം മുഴുവൻ അതിന്റെ പ്രയോജനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ വാല്യൂ അഡീഷൻ, ഉൽപാദനം, കാർഷിക മേഖലയുടെ വാല്യൂ അഡീഷൻ, അങ്ങനെ വാല്യൂ അഡീഷൻ കാസർഗോഡ് നടത്താമെങ്കിൽ കാസർഗോഡ് നിന്ന് തൊട്ടടുത്തുള്ള കലാപ്പാണെന്ന് തോന്നുന്നു. ചെറിയ തുറമുഖം വഴി കണ്ടെയ്നറിലെ ചരക്ക് വല്ലാർപാടത്തും വിഴിഞ്ഞത്തും എത്തിക്കും. അങ്ങനെ ഉൽപാദനം കൂട്ടിയാൽ മാത്രമാണ്
നമുക്ക് ഈ പറയുന്ന തരത്തിൽ ഗവൺമെന്റിന് ഈ വരുമാനം കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ അതിനെന്താണ് വേണ്ടത്? തലസ്ഥാനത്തെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഔട്ടർ റിംഗ് റോഡ്, ബൈപ്പാസ് കണക്ടിവിറ്റി, റെയിൽവേ കണക്ടിവിറ്റി, പുതിയ റോഡ് നെറ്റ്വർക്കുകൾ, സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ, അങ്ങനെ ഇന്ത്യയുടെ വർക്ക്ഷോപ്പായിട്ട്, ഇന്ത്യയുടെ ഉൽപാദന കേന്ദ്രമായിട്ട് ആദ്യം തലസ്ഥാനത്തെ മാറ്റണം. തലസ്ഥാനത്തെ ആദ്യം മാറ്റിയാലേ പറ്റുള്ളൂ. അല്ലാതെ ഈ വികസനം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നടക്കില്ല എന്ന് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും ആ അബദ്ധം ആവർത്തിക്കാതിരിക്കുവാൻ തലസ്ഥാനത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പരമാവധി ഇവിടെ ചെയ്തുകൊണ്ട് ക്രമേണ കൊല്ലം ജില്ല, ക്രമേണ പത്തനംതിട്ട ജില്ല, ക്രമേണ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നുള്ള രീതിയിൽ പോയാൽ മാത്രമേ നാളിതുവരെ നമുക്ക് പറ്റിയ പിഴവ് തിരുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഇക്കോണമിയും ഡ്രൈവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെഗാ പ്രൊജക്ട് കാണും. ആ പ്രോജക്റ്റിനെ ചുറ്റിപ്പറ്റി വേണം ഓക്സിലറി ആയിട്ടുള്ള വികസനം നമ്മൾ പ്ലാൻ ചെയ്യുവാൻ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ കാണിക്കാം. ഇന്നത്തെ അവസ്ഥ കേരളത്തിനും തിരുവനന്തപുരത്തിനും സംഭവിക്കാതിരിക്കാൻ ക്യാപിറ്റൽ നിക്ഷേപിക്കണം, മൂലധനം നിക്ഷേപിക്കേണ്ടടുത്ത് നിക്ഷേപിക്കണം. വിഷ്വൽ കണ്ടിട്ട് തിരിച്ചു വരാം. സാറേ, ഇതിപ്പോ കയറി പോകുന്നത് ഇറങ്ങി വരുന്നത് ഒരേ റൂട്ടാണ്. ആ 2 റോഡ് ട്രാക്കാണ്, അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും ഒറ്റ റോഡാണ്. ഇത് അതിൻ്റെ വെളിയിൽ പോർട്ട് ഇവിടെ നിന്ന് ഇനിയും നല്ല ദൂരമുണ്ട്, ഏതാണ്ട് ഒരു കിലോമീറ്ററിനടുത്തുണ്ട്. അപ്പോൾ ഏതാണ്ട് 2-3 കിലോമീറ്റർ അപ്പുറം വരെ ക്യൂ ആയി. നമുക്കിപ്പോൾ സാധാരണ 2 എൻട്രൻസ് ഉണ്ടെന്ന് പറയാം, 2-3 എൻട്രൻസ് ഉണ്ട് വേറെ ഏതൊക്കെ സൈഡിൽ കൂടെ. അപ്പം നമ്മുടെ ഒന്നും ഈ റൂട്ട് വഴിയാണ് വരുന്നത്. നമ്മൾ തന്നെ സാധാരണ ഓപ്പൺ വണ്ടിക്കൊക്കെ വേറെ ട്രാക്കാണ്. അപ്പോൾ അതുവഴി പോയിട്ട് പോലും 3-4 മണിക്കൂർ അങ്ങോട്ട് കയറാനും തിരിച്ചിറങ്ങാൻ തന്നെ ഏതാണ്ട് 2-2.5 മണിക്കൂറും ബ്ലോക്ക്. കണ്ടെയ്നർ വണ്ടി പിന്നെ അങ്ങ് കിടക്കുക കംപ്ലീറ്റ്. ഇത് CFSലോട്ട് കയറാനും CFSയിൽ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങുന്ന വണ്ടികളെല്ലാം കൂടെ ചെന്ന് ബ്ലോക്കായി മൊത്തം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി പോകുന്നതാണ്. നോക്കിയിട്ട് ചില സമയങ്ങളിൽ ഇതാണ്. എന്ന് വെച്ചാൽ നൈറ്റ് ആകുമ്പോൾ പിന്നെ പറയണ്ട, ഇതിനപ്പുറം ബ്ലോക്കായി കിടക്കും. അപ്പോൾ ചെന്നൈ പോർട്ടിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ സാറിന് അയച്ചു തന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പോർട്ടിനകത്ത് കയറാനുള്ള കഷ്ടപ്പാടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇവിടെ ശിവരാത്രിയാണ്. കാരണം വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങാനും പറ്റത്തില്ല. നമ്മളിരുന്ന് ഉറങ്ങുമ്പോഴായിരിക്കും മറ്റേ വണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ബാക്കിൽ നിന്ന് കിടന്ന് ഓണടിയും ബഹളമായിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ വെറുതെ പോകും ബോട്ടിൻ്റെ അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഇപ്പോൾ നാട്ടിലിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന റോഡ് കണ്ടിട്ട് നമുക്ക് തന്നെ ചിരി വരുന്നത്. ഇതുപോലെ ഇവിടെ ഏതാണ്ട് 1-2-4 ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ലൈനുണ്ട്. അങ്ങോട്ട് 3 ട്രാക്കാണ്. 6 വരി പാതയാണ് കംപ്ലീറ്റ്. 6 വരി പാതയുടെ 2-3 എൻട്രി എക്സിസ്റ്റോ കണ്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലും എല്ലാ എൻട്രി എക്സിസ്റ്റും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടത്തേക്ക് ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഇവിടെ എന്തുമാത്രം ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. JNPT തുറമുഖത്തിന്റെ വിഷ്വലാണ് നമ്മൾ കാണുന്നത്. പോർട്ടിലോട്ട് പോകാൻ 1 കിലോമീറ്ററോളം ബ്ലോക്കായി കിടക്കുകയാണ്. കണ്ടെയ്നർ നീങ്ങുന്നില്ല. ഇത് നാളെ ഇവിടെ സംഭവിക്കാം. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1.3% എന്നുള്ളത് പല മടങ്ങ് വർദ്ധിപ്പിച്ച് വിവിധ റോഡ് നെറ്റ്വർക്കുകൾ, റെയിൽവേ തുടങ്ങിയവയിലെല്ലാം പണം നിക്ഷേപിച്ചാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ട്രക്കുകൾ ഇറങ്ങി അതെല്ലാം തൊഴിലവസരങ്ങളായി മാറും. ചരക്കുൽപാദനം കൂടും. അങ്ങനെയുള്ള ഒരു വികസന കാഴ്ചപ്പാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ധനകാര്യവും തുറമുഖവും, വേറെ ഒരു മുഖ്യമന്ത്രിയും നാളിതുവരെ ഏറ്റെടുക്കാത്ത തുറമുഖം അദ്ദേഹം ഏറ്റെടുത്തതിന് പിന്നിൽ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. നിലവിലുള്ള ഒരു കാര്യം ട്രാക്കത്തോൺ ആ കഥ കൂടി പറഞ്ഞു തരും. നമ്മൾ എന്തുമാത്രം ശ്രദ്ധ ശ്രീനാഥാണ് കണ്ടെയ്നർ എടുത്തിരിക്കുന്നത്. തെമ നമുക്ക് വളരെ പ്രിയപ്പെട്ട പോർട്ടാണല്ലോ. വെസ്റ്റേൺ ആഫ്രിക്കയിലെ തെമ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് ഘാന ഒരു കപ്പൽ 29/3 തിരിച്ചു. 59 ദിവസമെടുത്തു. 26/5/26 കൊച്ചിയിലെത്തി. തെമ ആഫ്രിക്ക ചുറ്റി കൊളംബോ, കൊച്ചി, ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ് കണ്ടെയ്നർ. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ 1/6 അപ്പൊ 59 എന്നുള്ളത് പിന്നെയും ഒരാഴ്ച കഴിയുന്നു. 60-63 ദിവസമാകുന്നു. ഇത്രയും കാലതാമസം വരുന്നത് കശുവണ്ടിയാണ്. 100% കശുവണ്ടിയാണ്. വെസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് കണ്ടെയ്നർ കയറി ഇവിടെ വരുന്നുണ്ടെങ്കിൽ കശുവണ്ടിയാണ്. ഇത് ഉൽപാദനത്തെ ബാധിക്കുകയാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ ലാഭത്തെയും നികുതിയെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ഗേറ്റ് തുറക്കണം. കണ്ടെയ്നറുകളെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ
പുതിയ റോഡുകളും ഔട്ടർ റിംഗ് റോഡും ഒക്കെ അടിയന്തരമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ അത് ഗവൺമെന്റിനുള്ള വരുമാന മാർഗമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.